നിങ്ങളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ. ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച വിഭവസമൃദ്ധമാവുകയാണ്. ഓണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ ആർപ്പൂവിളികളാൽ പൂമാല ചൂടിക്കൊണ്ട് സ്വീകരിച്ചിടുന്നു മാവേലിയെ. വരിയൊക്കെ എഴുതി പാട്ട് പാടുക. എന്താ മോനെ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. ആറിലായോ? തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം. തുമ്പിവ തുഞ്ചക്കുടത്തിൻ തുഞ്ചത്താ ഊഞ്ഞാലിടാം. വട്ടക്കളിയുടെ ആരംഭമായി മാവേലി നാടുവാണിടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായി ചൊല്ലി. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട്. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട്. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അപ്പോ മതിയ സന്തോഷായിരിക്കണു. TCVയുടെ ഫൺ വിത്ത് മാവേലി മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് പള്ളിക്കുളം റോഡിലുള്ള നമ്മുടെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ് TCVയുടെ ഫൺ വിത്ത് മാവേലി പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നോമിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇങ്ങനെ ജില്ലയിൽ ഇങ്ങനെ ഉടനീളം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതെ കണ്ടില്ലേ? ഹായ്, എന്താ സന്തോഷം നോക്കി. ഓമെന്ന് എത്തിയിരിക്കുന്നത് കടങ്ങോട് പഞ്ചായത്തിലാണ്. ആ കടങ്ങോട് പഞ്ചായത്തിലെ സൂര്യശ്രീ കുടുംബശ്രീയുടെ പ്രവർത്തകര് കുറച്ച് പേരൊക്കെ ഇതിലെ നോം പോയപ്പോൾ അവിടെ നിൽക്കാം മാവേലി ഞങ്ങളിവിടെ കണ്ടില്ലേ, കയറിക്കൂടെ എന്ന് ചോദിച്ചു. എന്നാ പിന്നെ അങ്ങോട്ട് കയറിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. ചിരിച്ചു നിൽക്കണ നോക്കിയേ. സൂര്യശ്രീ കുടുംബ കൂട്ടായ്മയിലെ പ്രവർത്തകരാണ്. എന്താ പേര്? ജനാർദ്ദനൻ. എന്താ ചെയ്യണാവോ? ഞാന് ഇപ്പൊ ലീവിലാണ്. അപ്പൊ അതിന് മുമ്പ് എന്തായിരുന്നു? ഞാന് ലോട്ടറി കച്ചവടക്കാരനായിരുന്നു. വല്ല അടിക്കാറുണ്ടോ? എല്ലാ വലുതൊന്നും അടിച്ചിട്ടില്ല. ചെറുതൊക്കെ കിട്ടാറുണ്ട്. എന്തായാലും സാരമില്ല കേട്ടോ. എന്താ പേര്? ഗിരിജ. ഗിരിജയുടെ ഗിരിജാമ്മ എന്താ ചെയ്യണേ? വീട്ടുപണി. വീട്ടില് പാചകമൊക്കെ ഇടണു അല്ലേ? ആരൊക്കെയുണ്ട് വീട്ടില്? ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്. എല്ലാവരും കല്യാണം കഴിഞ്ഞു, മക്കളൊക്കെ ആയി. അപ്പൊ അങ്ങനെ ഉണ്ടാവോ? ഞാൻ ഒരറ്റം മുതൽ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ വരട്ടെ. ഇത് എന്തോ ഒരാള് മാറിയിരിക്കണത്. അവിടെ നിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു. എന്താ പേര്? എന്റെ പേര് മാളവിക. മാളവിക നല്ല പേരാണല്ലോ.
എന്താ പേര്? നിത്യ. ഇങ്ങട് നീ എന്നേ നോക്കട്ടെ. എന്താ ചെയ്യണേ? ഹൗസ് വൈഫ്. വേറെ എങ്ങനെയുണ്ട് ഓണാഘോഷമൊക്കെ ഉടൻ വരെയായി? ഉഷാറായിട്ട് പോണു. ഇപ്രാവശ്യം എന്ത് പായസാണാവോ വീട്ടിലെ? പാലട. പാലട. എല്ലാവർക്കും പാലട മാത്രം മതി അല്ലേ? പാലടയ്ക്ക് അത്ര പ്രിയാണ്. അപ്പോ സദ്യക്ക് എത്ര കൂട്ടം കറികളുണ്ടാവും? ഒരു 9 അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഏതൊക്കെ കറികളാന്നൊന്ന് കേക്കട്ടെ, നോമൊന്ന് കേക്കട്ടെ. അവിയല്, സാമ്പാർ, ഓലൻ, കാളൻ, പുളിഞ്ചി, അച്ചാറ്, മോര്, പിന്നെ ഇഷ്ടുകറി. ഇതൊക്കെ ആരുണ്ടാക്കാ? ഞാൻ തന്നെ. സത്യാണോ? ആണോ? അത് സാധാരണ ഇങ്ങനെ ഓർഡർ കൊടുക്കലാന്നൊക്കെയാ കേട്ടെ. ഇപ്പോ നോമന്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരു ഫ്ലക്സില് 22 കൂട്ടം 32 കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലുണ്ടാക്കിയതിന് അഭിനന്ദനം ട്ടോ. അങ്ങനെ തന്നെ വേണം. ഓണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വിഭവസമൃദ്ധമാവുകയാണ്. അപ്പോൾ പാചകങ്ങളൊക്കെ വീട്ടിൽ തന്നെ ആവുക. അപ്പോൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുക ട്ടോ. ഞാൻ എന്തായാലും ബാക്കിയുള്ള ഒരാളത്തേക്കൊക്കെ പോട്ടെ കേട്ടോ. മാളവിക പഠിക്കുവാണോ? +1. എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? കുഴപ്പമില്ല. ഓണാഘോഷമൊക്കെ തകർത്തോ? 29 നാളെ. എൻജോയ് ചെയ്യുവാണല്ലേ? ഇംഗ്ലീഷൊക്കെ പഠിച്ചു കേട്ടോ. എന്താണോ പേര്? നന്ദന. എന്താ ചെയ്യണേ? ഞാൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുക. എവിടെയാണാവോ? എന്റെ തൃശ്ശൂര്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഓണം? ഓണം എന്ന് പറയുമ്പോ ഒരു സന്തോഷാണ് അല്ലേ? നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വിഭവസമൃദ്ധമായ സദ്യയൊക്കെ കഴിച്ച് ടൂറൊക്കെ പോവാറുണ്ടോ? ടൂർ പോവില്ലേ? ഓണത്തിന്റെ അന്ന് എന്താ പരിപാടി? വീട്ടുകാരുടെ കൂടെ സമയം ചെലവഴിക്കുക. കുടുംബക്കാർ വരും, അവരുടെ കൂടെ ഒക്കെ സമയം ചെലവഴിക്കുക. ഇതൊക്കെ തന്നെ. പിന്നെ നാട്ടിലുണ്ടാവില്ല പരിപാടികളൊക്കെ. അപ്പൊ നമ്മള് നാട്ടിലും അങ്ങനെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുക, അടിച്ചു പൊളിക്കുക. അപ്പൊ പാട്ട് പാടാൻ അറിയാമോ? 2 വരി അങ്ങോട്ട് മൂളിക്കേ. മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നാർക്കും എത്തില്ല ദാനം. ആപത്തൊന്നും ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അല്ലേ? ആ കാലം അല്ലേ? ഇപ്പോഴത്തെ കാലം അത്ര നല്ല കാലം അല്ല എന്നൊക്കെയാണ് പറയണത്. എന്തായാലും സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമുക്ക് വേണ്ടിയിട്ട് 4 വരി കൊണ്ട് പാടി. എന്തായാലും കുഴപ്പമില്ല. ഇതൊക്കെ തന്നെയാണ് നോം വരുമ്പോൾ നോമിനൊരു സന്തോഷത്തിന് ഒരു പാട്ട് പാടി തരുമ്പോൾ നോമിനത് വലിയ സന്തോഷമാവും. ആ സന്തോഷത്തിന് ഒരു ഓണക്കോടി അങ്ങോട്ട് കൊടുക്കാന്ന് വിചാരിച്ചു. സന്തോഷമായോ? അപ്പോ ഈ കണ്ടോ ചിരി കണ്ടോ? ഈ ചിരി ആദ്യം കണ്ടില്ല. പാട്ട് പാടാൻ പറഞ്ഞപ്പോ അയ്യോ ഞാനോന്ന് ചോദിച്ച ആളാണ്. ഇപ്പൊ കണ്ടോ സമ്മാനം എന്ന് പറഞ്ഞപ്പോ കണ്ടോ എന്താ ചിരി. എത്ര പല്ലുണ്ട് വായില്? 25. ബാക്കി അവിടെ പോയി എടുത്തു. കയ്യിലിരിപ്പാണ്. എന്തായാലും സാരമില്ല കേട്ടോ. 25 25 പല്ലെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ ബാക്കിയുള്ള പല്ല് കുറവാന്നാ പറഞ്ഞേ. കുഴപ്പമില്ല. ഓണം സന്തോഷാവട്ടെ. ഇന്ന് മിണ്ടാണ്ട് നിക്ക. നമ്മളിവിടെ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞ് ഇരിക്കണേ. ഞാനങ്ങോട്ട് വരില്ലേ? പോരെ? ഇത്രയും പറഞ്ഞാ പോരെ? നോമ ദേഷ്യപ്പെടാനും അറിയാട്ടോ. അങ്ങനെ ദേഷ്യപ്പെടലൊന്നും അല്ല, സ്നേഹം കൊണ്ടാണ്. അപ്പോ തൃശ്ശൂര് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടിയാണ്. പേര് ഓർന്നുപോയി. നന്ദനയ്ക്ക് മാളവികയ്ക്ക് ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കാണ്. സന്തോഷമായി. പിടിച്ചേ. സന്തോഷായോ? സന്തോഷം. എത്രത്തോളം സന്തോഷായി? ഒരുപാട്. ഇങ്ങനെ പ്രതീക്ഷിച്ചോ? ഇല്ല. വരുമ്പോ ഇങ്ങനെ സമ്മാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ? ഒരിക്കലില്ല. സന്തോഷായി. അപ്പോ കൂടുതൽ അതിഥികളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോ ഒരു താടി വെച്ചൊരു ചേട്ടൻ ചുള്ളനാണ്. എന്താ പേര്? ബജീഷ്. എന്താ ചെയ്യണേ? കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. നല്ല കാര്യമാണ്. കൃഷി ഇപ്പോ പല സ്ഥലങ്ങളിൽ ഇല്ലാണ്ട് പോവാണല്ലേ? ഓണത്തിന് എങ്ങനെയാ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ? എത്ര പച്ചക്കറി ഉണ്ട് വീട്ടില്? കുറച്ചേ ഉള്ളൂ. വെണ്ടക്കായ, വഴുതനങ്ങ കുറച്ചെന്ന് വെച്ചാൽ സാമ്പാറിനുള്ളതുണ്ടോ? നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനുള്ളതൊക്കെ ഉണ്ട്. സാമ്പാറിനുള്ളതുണ്ടോ? ഉണ്ട്. അത് സാമ്പാറിനുള്ളത് വലിയ ഒരു കറിയായില്ലേ? ഒരു കറിക്കില്ല. അതാണ് വേണ്ടത് കേട്ടോ. കൃഷി അങ്ങോട്ട് നന്നാവട്ടെ. വേറെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, വൈഫ്, മകൻ. അവരൊക്കെ സന്തോഷമായിട്ടിരിക്കണോ? സന്തോഷമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഒന്ന് അപ്പുറത്തേക്ക് പോട്ടെട്ടോ. കണ്ടോ കൃഷിയുടെ കാർഷിക ഗ്രാമത്തിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. കൃഷി ഉണ്ടോന്ന് അറിയണ്ടേ? എത്രയല്ല പഠിക്കണേ? 8ല്. എങ്ങനെയുണ്ട് പരീക്ഷയൊക്കെ? പരീക്ഷ ഒക്ടോബറിലെ. അതെയോ? നന്നായിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? അപ്പൊ ഓണം ലഹരിയാണ്. വേറൊരു ലഹരിയിലേക്കൊന്നും പോകണ്ട കേട്ടോ. ഓണം തന്നെ ലഹരി. പാട്ടൊക്കെ പാടി സമ്മാനമൊക്കെ മേടിച്ച് ഇതെന്താ? ഇങ്ങോട്ട് നിൽക്കേ. എങ്ങനെ നീങ്ങി നോക്കട്ടെ, ചോദിക്കട്ടെ.
എന്താ പേര്? വിമല. ആ എന്താ ചെയ്യണേ? വീട്ടിലെ പണി തന്നെ. വീട്ടിലെ പണി അല്ലേ? വീട്ടിലാരൊക്കെ ഉള്ളേ? ഭർത്താവ്, മകൻ, പേരക്കുട്ടി. അവരൊക്കെ സന്തോഷായിട്ടിരിക്കണോ? സന്തോഷായിട്ടിരിക്കുന്നു. ഓണക്കോടിയൊക്കെ മേടിച്ചു തന്നോ? മേടിച്ചു. ഇത് ഓണക്കോടിയാണോ? അല്ലല്ല, എന്തേ ഓണക്കോടി എന്തിയേ? ഓണക്കോടി ഓണത്തിന് എടുക്കുള്ളൂ. എടുക്കുള്ളൂ. വാശിയാണ്. നോ വരുമ്പോ എടുക്കില്ല. അല്ല, എത്ര പ്രതീക്ഷിച്ചില്ലല്ലോ, ഇന്ന് എടുക്കാറുന്നു. നോം ഇതിലെ ഇങ്ങനെ പോയപ്പോ ഇവിടെ നിക്കണ കണ്ടപ്പോ എന്തായാലും കേറാണ്ടിരിക്കാൻ പറ്റുമോ? എന്തായാലും സന്തോഷം കേട്ടോ. സന്തോഷായിട്ട് പോട്ടെ. ആ ആരാണാവോ? അവനങ്ങനെ തിരിയാനൊന്നും പറ്റില്ല. ഇങ്ങോട്ട് നീക്കാ. എന്താ പേര്? ലത. ആ ലത. അപ്പൊ അത് തിരിച്ചിട്ട് എന്തുണ്ടാവും? തല. ആ തല. അപ്പൊ എങ്ങനെയുണ്ട്? വീട്ടിലാരൊക്കെ ഉള്ളേ? ഭർത്താവ്, മോൻ, മോള്, 3 പേരക്കുട്ടികള്. അവരൊക്കെ കുട്ടികളൊക്കെ എങ്ങനെ ഓണത്തിന് വരുമോ? എല്ലാരും വരും അല്ലേ? ഓണത്തിന് എല്ലാരും അങ്ങോട്ട് കൂടി ചേരും. അപ്പൊ ഏത് പായസാണ് അമ്മ അവർക്ക് കൊടുക്കണേ? പാലട. എന്താ എല്ലാരും പാലടയോട്? അത് എളുപ്പമാണോ വെക്കാൻ? അതുകൊണ്ടാണോ? അല്ല, അമ്പലത്തിൽ നിന്ന് കിട്ടും. എന്താ അല്ലേ? വീട്ടിൽ അത് ഉണ്ടാക്കണ്ട. അപ്പൊ ഓണം തകർത്ത് ആഘോഷിക്കട്ടെ. ആയി മുമ്പിലെ ഒരു പല്ലൊക്കെ ആരും കൊണ്ടുപോയി മിഠായി തീറ്റയൊക്കെ ഉണ്ടോ? ഷുഗറുണ്ടോ? ഷുഗർ പിന്നെ എങ്ങനെ ഷുഗർ ഉണ്ടാവാണ്ടിരിക്കും? കേട്ടോ, ഷുഗറൊക്കെ മധുരമൊക്കെ കുറയ്ക്കണം. പായസം ഏതാ ഇഷ്ടം? പായസം ശർക്കര പായസം ഇഷ്ടം. ഇത് പരിപ്പ് പായസം. പരിപ്പ് നല്ലതാ, ഗ്യാസ് ഉണ്ടാവും. വീട്ടിലാരൊക്കെയാ ഉള്ളേ? ഭർത്താവ്, 4 മക്കള്, ഇത് മരുമകള്. മക്കളെന്താ ഈ പ്രാവശ്യം ഓണത്തിന് മേടിച്ചു തന്നേ? ഡ്രസ്, സാരി മേടിച്ചു തന്നു. അതാണ് സന്തോഷം. തിരിച്ചെന്നെങ്കിലും കൊടുത്തോ? കൊടുക്കാൻ ആരും വന്നിട്ടില്ല. വരുമ്പോ കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ആളുടെ പോട്ടെ. ആയ് എന്താ വിശേഷം? നല്ലതന്നെ. സുഖാണോ? എന്താ ചെയ്യണേ? ഒന്നും ചെയ്യണില്ല. വീട്ടിൽ തന്നെ. വീട്ടിലാരൊക്കെ ഉള്ളേ? ഭർത്താവ്, 2 കുട്ടികള്. 2 കുട്ടികള്. ആരൊക്കെയുള്ള? കൈപോക്കിക്കേ. ആരൊക്കെ? 2 പേരായിരിക്കാ? ആരൊക്കെ? 2 ചേച്ചി വീട്ടിലാ. ചേച്ചി വീട്ടിലാണോ? എന്താ ചേച്ചി വരാഞ്ഞേ? സാരിയില്ല. അപ്പോ സന്തോഷായിട്ട് പോണല്ലോ അല്ലേ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണോ? വീട്ടിൽ തന്നെയാണോ? പാചകമൊക്കെ വീട്ടിൽ തന്നെയാണോ? എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നമ്മൾ ആദ്യം ഒന്ന് സംസാരിച്ചു അല്ലേ? പോട്ടെ. ആയ് നോമിനേക്കാളും വലിയ കൂളിംഗ് ഗ്ലാസ് വെച്ച ആള് വയറൊക്കെ ഉണ്ടല്ലോ. ചെറുതാണല്ലോ. അതല്ല, ചുള്ളനാണ് കേട്ടോ. എന്താ നോമാണെങ്കിൽ വയറൊക്കെ കുറച്ചുകൊണ്ട് ഇരിക്കാണോ? അത്ര വലുതാക്കാനാ? ഇല്ല, അത് കുറവാ. ഇത് കണ്ടോ, നോക്കിയേ. എല്ലാരും പറയും കൊടവയറൻ മാവേലി എന്നൊക്കെ പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതല്ല, വയറിനൊരു വിലയുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് ഒരു വിലയുണ്ട്. കാരണം എന്താ? 4 ഓണ നാളിൽ എന്താണ് പ്രത്യേകത? വയറുള്ളവർക്കാണ് ഗുണം. എന്തുകൊണ്ടത്? അവരെന്നാ പുലികളാകും അല്ലേ? എന്താ പേര്? സുരേന്ദ്രൻ. എന്താ ചെയ്യണേ? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ലേ? പണ്ട് ബോംബെയില് തുണിയുടെ പരിപാടിയായിരുന്നു. ഞാൻ വിചാരിച്ചു ബോംബെയിലെ ധാരാവിയിലെ നടക്കുന്ന ആളാന്ന് വിചാരിച്ചു. മറ്റേ ധാരാവിന്ന് കേട്ടല്ലേ? നോവനതൊക്കെ അറിയാട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? എങ്ങനെ പോണു? നല്ല ജീവിതം. ഇപ്പൊ സന്തോഷായിട്ട് പോണു അല്ലെ? വീട്ടിലാരൊക്കെ ഉള്ളേ? വീട്ടില് ഭാര്യ, മക്കള്, മകനാണ് ഇപ്പൊ വീട്ടിലുള്ളത്. പെൺകുട്ടികളുടെ കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് കുട്ടികളുണ്ട്. അപ്പൊ നേരം വെളുത്ത് എണീറ്റിട്ട് വൈകുന്നേരം വരെ എന്താ പരിപാടി? വീട്ടിലെ പരിപാടികൾ തന്നെ. കൃഷി. എന്താ ഉള്ളേ? ചെറുതായിട്ട് വെണ്ട, വഴുതന, അത്ര തന്നെയുള്ളൂ. ആയിക്കോട്ടെ. പച്ചമുളക്. കണ്ടറിയാം ബോംബെയില് പാട്ടൊക്കെ പാടുന്ന ആളാന്ന് തോന്നുന്നു. 2 പേര് പാട്ടൊക്കെ പാടിക്കേ. ഇല്ലല്ലോ, കണ്ട മോൻ കണ്ടറിയാം. ഇല്ല, പിന്നെ നോക്കട്ടെ. 2 പേര് അങ്ങോട്ടോ മൂളിക്കോ. ഞാനും എൻ്റെ അളിയനും കൂടി വീട്ടുവരമ്പേ പോയപ്പോ വീട്ടുവരമ്പത്തൊരു മാവേലി തമ്പ്രാൻ. സ്വന്തമായിട്ട് വരിയൊക്കെ എഴുതി പാട്ട് പാടുക. എന്താ മോനെ? ഞാൻ അടുത്ത പോട്ടെ. എന്തെന്റെ പേര്? ശങ്കരൻ. എന്തിന്റെ വിശേഷങ്ങളൊക്കെ? ഇങ്ങനെ പോണു. നല്ല സന്തോഷല്ലേ? സന്തോഷം. വീട്ടിലാരൊക്കെ ഉള്ളേ? മക്കള് 4 ആള്, ഭാര്യ, പേരക്കുട്ടികള്. ഓണത്തിന് എല്ലാരും വരുവോ? എല്ലാരും വരില്ല. അവരോടൊക്കെ വരാൻ പറയണം. പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെട്ടുല്ലോ അല്ലേ? സുന്ദരികൾ നിക്കണ നോക്കിയേ. ഇങ്ങോട്ട് നോക്കട്ടെ. അങ്ങോട്ട് ക്യാമറ കണ്ടോ? അതെ, അവിടെ കണ്ടോ? ആ ചേട്ടനെ എടുക്കണോ? എന്ത് കഷ്ടപ്പെട്ട് കഴിച്ചാ ആ ചേട്ടനെ എടുക്കണെന്ന് നോക്കി. ആ ചേട്ടനെ നേരെ നോക്കിയേ. കണ്ടോ? എന്താ പേര്? നല്ല പേര്. എത്രയല്ല പഠിക്കണേ? 2ല്. എന്താ പേരെന്ന്? അനാമിക. എത്രയല്ല പഠിക്കണേ? 4ല്. അമേയ 5ല് പഠിക്കണു. 5ല് പഠിക്കണോ? ആത്മിക 6ല് പഠിക്കണു. 6ലായോ? എന്റെ എന്നാ പിന്നെ 6ലാവട്ടെ. അല്ല, സത്യത്തിൽ ഇവിടെ എത്രയല്ല പഠിക്കണേ? 5ല്. 5ലായോ?
നീ അല്ലടേ, ഞാൻ ഇവളുടെ കാര്യ ചോദിക്കണേ. നിനക്കറിയില്ലേ? ഇല്ല, ആർക്കറിയണേ? UKG ഒരു 3-4 വർഷം കൂടെ കഴിയട്ടെ, അപ്പൊ നമുക്ക് 6-ലും 5-ലൊക്കെ പഠിക്കാട്ടോ. ആ ഇട്ട് നീ ഇങ്ങട് പച്ച ഉടുപ്പുകാരി. പേരെന്താ? ആയുഷി. നീ എത്രയല്ല പഠിക്കണേ? UKG. ആ മിടുക്കി. ഞാൻ വിചാരിച്ചു 7-ലാ പഠിക്കാൻ പോവാണേന്ന്. എന്തായാലും കുഴപ്പമില്ല. ഇവിടെ ഒരാളിങ്ങനെ അച്ഛന്റെ ഒക്കത്ത് കയറി ഇരിക്കണോ നിലത്ത്. വല്യച്ഛനാണോ? ആ പേരെന്താ? ആര്യനന്ദ. എത്രയല്ല പഠിക്കണേ? 5-ാം ക്ലാസ്സില്. സാരയില്ല, ചെറിയ കുട്ടികളും വലിയ മനസ്സിന്റെ ഉടമകളാ. സാരയില്ല, നോമിനെ പോലെ തന്നെയാ. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ചെറിയ മനസ്സാണ്. കണ്ടോ, കുട്ടികളെ കണ്ടില്ലേ? അവരുടെ മനസ്സുകൾ നോക്കിയേ. ഇതാണ് സന്തോഷം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് അല്ലേ, ആ ഒരു സന്തോഷത്തില്. ഓണം എന്ന് പറഞ്ഞ എന്താ? സന്തോഷാണ്. ഒന്നോടെ ഒന്നൊരു ആവേശത്തില് ഇതിലാരാ പാട്ട് പാടി തരണേ? അങ്ങോട്ട് തിരിഞ്ഞു കേൾക്കാം മാമനെ. അയ്യോ ചേട്ടൻ എന്തൊരു നേരെ. ആരാ പാട്ട് പാടണേ? എല്ലാരും കൂടെ ഒരു പാട്ട് പാടിക്കേ. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാകി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായി ചൊല്ലി. സന്തോഷം. എന്താ പേര് മറന്നുപോയി? പാട്ട് പഠിക്കണുണ്ടോ? സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. അപ്പോ ഒരു സമ്മാനം കൊടുക്കാം. തൃശ്ശൂർ പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡൻ ഡയമണ്ട് ആണ് നമ്മുടെ ഫൺ വിത്ത് മാവേലി പ്രേക്ഷകർക്ക് സമർപ്പിക്കണത്. അവർ ഈ പ്രാവശ്യം വെറുതെ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിക്കണില്ല. ഒരു ഓണക്കോടി എന്നിട്ട് ആ നോമിനിൽ തന്നു വിട്ടേക്കണത്. കൊടുത്തോളാനാ പറഞ്ഞേക്കണത്. അപ്പോ പിടിച്ചേ. സന്തോഷായോ? ഇങ്ങനെ ഒരു സമ്മാനം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ? ഇനി നിറയെ കിട്ടിക്കോളൂ കേട്ടോ. അപ്പോ സന്തോഷം. അപ്പോ നോമ പതുക്കെ എന്നാ യാത്ര തിരിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ എന്നോട്? ഇനി അടുത്ത പ്രാവശ്യം വരുവുള്ളൂ. എന്തേലും പറയാനുണ്ടോ? അടുത്ത പ്രാവശ്യം വരും. അപ്പോ ഓണം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക കേട്ടോ. സന്തോഷമായിട്ട് ഇരിക്കുക. അപ്പോ വേറെ ആഹാരം ഒരു ഡാൻസ് എന്തോ അല്ലേ? ഒരു ഡാൻസും കൂടെ കണ്ടിട്ട് പോയാൽ മതി. നോമ ഇവിടെ ഇരുന്നിട്ട് ഒരു ഡാൻസും കണ്ടിട്ട് പിന്നെ ഭക്ഷണം എന്തോ ആരോ പറഞ്ഞല്ലോ. ഭക്ഷണമൊന്നും വേണ്ട. ഭക്ഷണമൊന്നും വേണ്ട. കാരണം ഇങ്ങനെ കഴിച്ച് വയറ് കൂടി ഞാനൊന്ന് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. വയ്യാണ്ടായി. എന്തായാലും സന്തോഷായി. TCBയുടെ ഫൺ വിത്ത് മാവേലി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോ ചില ആളുകൾക്കൊക്കെ ഒരു സംശയം, ഞങ്ങളുടെ അടുത്തേക്ക് എന്താ മാവേലി വരണില്ലേന്ന്. വരാന്ന് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒഴിവുള്ള സമയത്തൊക്കെ വരാം. ഈ താഴെ കാണുന്ന ഒരു നമ്പർ കണ്ടോ? ആ താഴെ കാണുന്ന നമ്പറിലേക്ക് അങ്ങോട്ട് വിളിച്ചോളുക. വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പരാതിയൊന്നും വേണ്ട കേട്ടോ. ഇത് നോമിന്റെ സ്വന്തം നമ്പർ. അങ്ങോട്ട് വിളിച്ചോളുക. വിളിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് വരും ഒഴിവ് പോലെ. അപ്പോൾ അത്തത്തിൻ്റെ അന്ന് നമ്മൾ തുടങ്ങിയതാണ് TCBയിൽ രാത്രി 7:30 മുതൽ. ഇനി ഉത്രാടം വരെ ഉണ്ട്. ആരൊക്കെ? ഇവരെ പോലെയുള്ള ആളുകളുടെ വിശേഷങ്ങളും ഒക്കെ. അതാണ് നമ്മുടെ പരിപാടിയുടെ പേര്, ഫൺ വിത്ത് മാവേലി. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഒരു ഡാൻസ് കണ്ടിട്ട് ഞെട്ടിച്ച് കളഞ്ഞു. എന്താ രസം. ഭംഗിയായിട്ട് രണ്ടുപേരും കൂടെ ആടി തിമിർത്ത് കളിച്ചു. എന്തായി? സൂപ്പറായി. ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ കാരണ, അല്ലെങ്കിൽ ഇതിന് അടിപൊളിയായിട്ട് കളിച്ചു. നോമ അങ്ങനെയാണല്ലോ. നോമ ഇതിലെ പോയപ്പോ അങ്ങോട്ട് കയറിയതല്ലേ. അപ്പൊ നോമിന്റെ ഒരു ആഗ്രഹം പറഞ്ഞു, ഒരു ഡാൻസ് അങ്ങോട്ട് കാണണം എന്ന് പറഞ്ഞു, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞാലും പ്രജകള് 2 കൈ നീട്ടി തരുന്നുണ്ട്. അതാണ് സന്തോഷം. ഓണത്തിന് നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന സന്തോഷം എന്ന് പറയുന്നത് എന്താ? ചിരിക്കുന്ന മുഖമുള്ള സന്തോഷങ്ങൾ കേട്ടോ. അപ്പോ എല്ലാവിധ അഭിനന്ദനങ്ങളും. നന്നായിട്ടൊക്കെ ഡാൻസ് കളിക്കട്ടെ. ഇനിയും പാട്ടൊക്കെ പാടട്ടെ കേട്ടോ. സന്തോഷം. അപ്പൊ കഴിഞ്ഞിട്ടില്ല യാത്ര, ഇനിയും ഉണ്ടെന്നാണ് പറയണത്. എന്നാ പിന്നെ അവിടെ അങ്ങോട്ട് പോയിരിക്കാം.
നമ്മുടെ ഈ മക്കളുടെ ഡാൻസ് ഒക്കെ കണ്ടപ്പോ നമുക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി. ഓമനും അങ്ങോട്ട് ആടിയാലോ എന്നൊരു ആലോചന. അപ്പോ ഞാൻ ആടുമ്പോഴത്തേക്കും ചെറിയൊരു ഇടവേളയിലേക്ക് അങ്ങോട്ട് പോവാണ്. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഫൺ വിത്ത് മാവേലിയിൽ ഒരു ഇടവേള. ഞാനിവിടെ ഡാൻസ് അങ്ങോട്ട് തകർക്കാൻ പോവാ. കുതിക്കണ ചെന്തെങ്ങിൽ കരിക്ക് പൊന്നണ നേരത്ത് മുറുക്കും തെയ്യേ നിന്നിടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉഷാറായി. ഇന്ന് കുട്ടികളുടെ വർണ്ണോത്സവമാണ് ഇവിടെ നടക്കുന്നത്. പോകേണ്ട പോകേണ്ടാന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോകേണ്ട പോകേണ്ടാന്ന് പോകേണ്ട പോകേണ്ടാന്ന്. വന്നു മനസ്സ് നിറഞ്ഞ ഗീതേച്ചിക്ക് കൊടുക്കുകയാണ്. ഗീതേച്ചി എന്താ കറിയേ? എന്തിനാ കറിയണേ? എന്തിനാ കറിയുടെ കാര്യമില്ലട്ടോ. മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകളും ഉണ്ട്. 75% പണിക്കൂലി ഇളവിൽ ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ ഓണപ്പുടവയും മറ്റനവധി സമ്മാനങ്ങളും. ഈ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ മാത്രം. അപ്പോൾ ഇനി വൈകിക്കേണ്ട. മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. അപ്പോ നോമിങ്ങനെ നടന്നു വരുമ്പോ നല്ല മഴ എന്ന് പറഞ്ഞാ മതി. നിൽക്കാനിരിക്കാനും പറ്റാത്ത മഴയാ. പക്ഷെ മഴയാണെങ്കിലും നോമിനെ കാത്ത് കുറേ ആൾക്കാരിവിടെ നിൽക്കുന്നുണ്ട്. അവര് നോമിനെ വിളിച്ചു പറഞ്ഞു ഡാൻസ് ഒക്കെ കളിച്ചു തരാമെന്ന് പറഞ്ഞാ. പക്ഷേ ഈ മഴയത്ത് എന്ത് ഡാൻസ്? എന്തായാലും അവരെ അങ്ങനെ നിരാശരാക്കണില്ല. അപ്പോ നോം വന്നപ്പോ നല്ല മഴ. നിങ്ങളെ കാണാണ്ട് നോമ അങ്ങനെ പോവാ ഉദ്ദേശിക്കണില്ല. നല്ല കാര്യം. എന്താ പേര്? വിനിത. എവിടെയാ സ്ഥലം? എവിടെയാ സ്ഥലം ഭർത്തങ്കോട്. ഇവിടെ എന്താ ചെയ്യണേ? ഇവിടെ അംഗൻവാടിയിൽ വർക്ക് ചെയ്യാ. അംഗനവാടി ടീച്ചറാണ് അല്ലേ? കുറെ കുട്ടികളൊക്കെ ഉണ്ടോ? കുറെ കുട്ടികളുണ്ട്. എന്താ പേര്? എന്റെ പേര് രുക്മണി. ഞാൻ ഗുരുവായൂരിന്നാണ് വരുന്നത്. ഗുരുവായൂരിന്നാണ് വരുന്നത്. ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്. ഇവിടെ ബദനി സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുന്നംകുളം അവിടുത്തെ ഒരു റിട്ടയർഡ് ടീച്ചറാണ്. ഇപ്പോൾ ഡാൻസും പാട്ടും കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. ഡാൻസ് കളിക്കും. മോമിനൊരു ഡാൻസ് കളിച്ചു തരുമായിരിക്കും അല്ലേ? കുറച്ച് ഞാൻ നോക്കട്ടെ. മഴയാണ്, സാരയില്ലെങ്കിലൊന്നും രണ്ട് സ്റ്റെപ്പ്. എന്താ പേര്? സരിത. സ്ഥലം എവിടെയാ? കടങ്ങോട്. ആരാധന. കുഞ്ഞിന്റെ പേരെന്താ? വാമിക. ജനനി. വിജി. റജുല. എന്താ പേര്? ഗീത. അനില. അൽഫോൻസ. നസീറ. അഞ്ജു. അപ്പോ എങ്ങനെ ഓണൊക്കെ ആയോ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളാ? ഒരുക്കങ്ങളായി തുടങ്ങി. അപ്പോ എന്തോ നോം വന്നപ്പോ ഒരു പാട്ട് ആരോ പാടാന്നൊക്കെ പറഞ്ഞല്ലോ. ആരാ? ആയിക്കോട്ടെ, എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട്. ഓണം വന്നോണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ ആർപ്പൂവിളികളാൽ പൂമാല ചൂടിക്കൊണ്ട് സ്വീകരിച്ചിടുന്നു മാവേലിയെ. ഓണം വന്നോണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ ആർപ്പൂവിളികളാൽ പൂമാല ചൂടിക്കൊണ്ട് സ്വീകരിച്ചിടുന്നു മാവേലിയെ. എലിശ്ശേരി പുളിശ്ശേരി പച്ചടി കിച്ചടി അവിയൽ പൊരിയൻ കൂട്ടുകറി. എലിശ്ശേരി പുളിശ്ശേരി പച്ചടി കിച്ചടി അവിയൽ പൊരിയൻ കൂട്ടുകറി. പായസം പപ്പടം ചെറുപഴവും കൂട്ടി കേമമായി അങ്ങനെ സദ്യയുണ്ടോ. ഓണം വന്നോണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ
ആർപ്പൂവിളികൾ പൂമാല ചൂടിക്കൊ സ്വീകരിച്ചിടുന്നു മാവേലിയെ. പുതു വസ്ത്രമണിഞ്ഞ കന്യകൾ വട്ടക്കളിയുടെ ആരംഭമായി. പുതു വസ്ത്രമണിഞ്ഞ കന്യകൾ വട്ടക്കളിയുടെ ആരംഭമായി. മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ലാതാനും. കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. കുമ്മാട്ടി കളി കോൽകളി പുലിക്കളി ഊഞ്ഞാലാട്ടം കടുവ കളി. കുമ്മാട്ടി കളി കോൽകളി പുലിക്കളി ഊഞ്ഞാലാട്ടം കടുവ കളി. അങ്ങനെ എല്ലാരും ആഹ്ലാദത്താൽ ആരാടുന്നൊരു ഓണദിനം. ഓണം വന്നോണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ. ആർപ്പൂവിളികൾ പൂമാല ചൂടിക്കൊ സ്വീകരിച്ചിടുന്നു മാവേലിയെ. സ്വീകരിച്ചിടുന്നു മാവേലിയെ. ആറപ്പൂഴേ റേ റേ റേ. എന്താ പേര് മറന്നുപോയി? ഗീത. ആ ഗീതേച്ചി അല്ലേ? ഗീതേച്ചി ഏത് അങ്കണവാടിയിലാ? കിടങ്ങൂർ അംഗൻവാടി. കിടങ്ങൂർ. നമ്പർ എത്രയാ? 105. 105 നമ്പർ അങ്കണവാടിയിലുള്ള ഗീതേച്ചിക്ക് ഇതാ മനോഹരമായിട്ടൊരു പാട്ടൊക്കെ പാടിയിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂര് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് നൽകുന്ന ഒരു ഓണക്കോടി അവിടെ കൊടുക്കാൻ പോവാ. മോൻ വന്നു മനസ്സ് നിറഞ്ഞ ഗീതേച്ചിക്ക് കൊടുക്കുകയാണ്. ഗീതേച്ചി എന്താ കറിയേ? എന്തിനാ കറിയണേ? എന്തിനാ കറിയേണ്ട കാര്യമില്ല കേട്ടോ. മോമ നിങ്ങളെ പാട്ടുകളും ഒക്കെ കേൾക്കാനായിട്ട് വന്നല്ലേ? അല്ലെ കരയണ്ട കേട്ടോ. സന്തോഷമായോ? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സമ്മാനം കേട്ടോ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. ഫൺ വിത്ത് മാവേലി ഇതാ ഇങ്ങനെ കടന്നു വരുമ്പോ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അപ്പൊ എല്ലാവരും ഇത് കൈയടിച്ചേ. അപ്പോ ടീച്ചിയുടെ ഫൺ വിത്ത് മാവേലി ഒരു സമ്മാനം ഗീതേച്ചിക്ക് കൊടുക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായി. അപ്പോ ഇനി ആരാണ് ഡാൻസർ? ഹാപ്പി ഓണം പറഞ്ഞോ. ഹാപ്പി ഓണം പറഞ്ഞോ. ഉറക്കെ പറഞ്ഞോ. ഹാപ്പി ഓണം. അപ്പൊ ഹാപ്പി ഓണം എല്ലാരും പറഞ്ഞു. അപ്പൊ ഇനി കുറെ പേര് കാത്തു നിൽക്കട്ടെ. അവരിലേക്കൊക്കെ ഒന്ന് വേഗം പോയിട്ട് തിരികെ വരാം. മാധവ മാമവ ദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ. 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 മാധവ മാമവ ദേവ.
ഗുരുവായൂരിൽ നിന്നാണ് ടീച്ചർ വന്നത്. ടീച്ചർ എത്ര വയസ്സായി? എനിക്ക് 75 വയസ്സായി. ഈടാ വയസ്സുണ്ടോ? പ്രായം ഒന്നിനും ഒരു ഘടകമല്ല, ഇല്ലേ? മനസ്സിലായില്ലേ? നമ്പർ അത്രേ ഉള്ളൂ. ഇതൊക്കെ വേറൊരു നമ്പറുകൾ മാത്രം. അപ്പൊ ഏത് പ്രായത്തിലും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായാൽ മതി. മനസ്സുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. ഒരു കൈയടിച്ചേ. ഈ മനസ്സോ ആണ് നമുക്ക് വേണ്ടത്. എന്തെങ്കിലൊക്കെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ആളുകൾ പറയും എല്ലാം കഴിഞ്ഞു, ബുദ്ധിമുട്ടാന്ന് പറയുന്നവരെ കാണുക. ഇതൊക്കെ വെറുതെയാണ്. ഇത് ലൈഫിൽ നമ്മുടെ മനസ്സിലൊരു ആത്മധൈര്യം കിട്ടിയാൽ മതി, അല്ലേ? അതെ, എനിക്ക് ബദനി സെയിന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് എൻ്റെ എല്ലാം. ആ സ്കൂൾ ഓണാശംസകൾ നേരുന്നു. അതെ, സന്തോഷമായി തീരുന്നു. ഞങ്ങളാ പ്രിൻസിപ്പള് ബെഞ്ചമിൻ അച്ഛൻ, യാക്കോബ് അച്ഛൻ, അവർക്കൊക്കെയാണ് സ്പെഷ്യൽ. ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. കൂടുതൽ അതിഥികളിലേക്ക് നമ്മൾ പോവുകയാണ്. TCVയുടെ ഫൺ വിത്ത് ഫൺ വിത്ത് മാവേലി. മനിക ഗോൾഡ് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി ഇപ്പൊ എത്തിയേക്കണത് വലിയൊരു സ്ഥലത്താ. നോമയുടെ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങിയതാ, പക്ഷെ മഴയായിട്ട് രക്ഷയില്ല. കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കുന്നത്. പേരെന്ന് പറഞ്ഞേ? മീന സാജൻ. മീന സാജൻ. അപ്പോ അതേ കണ്ടോ, സുന്ദരികളായ ടീച്ചർമാരെല്ലാം ഇങ്ങനെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവരിലേക്കൊക്കെ ഒന്ന് ഓടി എത്തിയ വിശേഷങ്ങൾ പറയാം. എന്തായി ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ? ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഉഷാറായി. ഇന്ന് കുട്ടികളുടെ വർണ്ണോത്സവമാണ് ഇവിടെ നടക്കുന്നത്. 300-ൽ പരം കുട്ടികൾ നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ അങ്ങോട്ട് തകർക്കട്ടെ. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇവരൊക്കെ ഓരോരുത്തരായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്താണാവോ പേര്? സരിത. എല്ലാരും ചിരിക്കണ്ടല്ലോ. പേര് പറഞ്ഞപ്പോഴാണോ? പേരെന്ന് പറഞ്ഞേ? സരിത. സരിത. സീതാലക്ഷ്മി. സുനിത. സിനി. ഷബ്ന. ഷീജ. സുമതി. ദീപ. അൽഫോൻസ. വിനിത. സിന്ധു. വിജിത. രതിദേവി. അപ്പൊ ഇവിടെ പറഞ്ഞോ. ഷാജി. മാലിനി. ജീഷ്മ. നളിനി. ലളിത ഗോപി. ജയലളിത. ഉഷറ. മേഴ്സി. ബിന്ദു. രുക്മണി. സുധാദേവി. ബിന്ദു. ഇന്ദിര. പാത്തുമ്മ. അപ്പൊ 2 ബിന്ദുമാരുണ്ട് അല്ലേ? പഞ്ചായത്തില് 2 ബിന്ദുമാരുണ്ട്. അങ്ങനെയാണ്. അപ്പോ നോമിനൊരു പാട്ട് ആദ്യം കൊണ്ട് കേൾക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ആരാ പാടിത്തരണേ? അതും ബിന്ദു മേടാണ്. എനിക്കട്ടെ, ഇങ്ങോട്ട് വാ. അപ്പൊ ബിന്ദു ചെറിയ ആളല്ല, മനസ്സിലായില്ലേ? ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം നീ പോ മാടി വെളിപ്പൂ ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മനോഹര തീരം ദൂരെ മാടി വെളിപ്പൂ ഇതാ ഇതാ ഇതാ. എല്ലാ രസമായിട്ട് പാടിയേക്കണു. അല്ലേലും ഈ അങ്കണവാടി ടീച്ചർമാരെല്ലാരും ഭയങ്കര പാട്ടുകാരാ. ആരാ നാടൻ പാട്ട് പാടേ? ഇനി ആരാ പാടേ? ഇനി ആരാ? ഇവിടെ പാട്ട് പാടാനുള്ള ഭയങ്കര തിരക്കാ. അപ്പോ നമ്മുടെ പ്രസിഡന്റ് പാട്ട് പാടുമെന്ന് പറഞ്ഞേ അല്ലെ? ശരിയായ തീരുമാനല്ലേ? ഒരു കൈയടിച്ചേ. പ്രസിഡന്റ് മാതൃക കാണിച്ചു കൊടുക്കാൻ പോവാന്ന് പറഞ്ഞ്. മഴയത്ത് വിസർക്കും അത്രേ സാരിയില്ല. ഒരുമിച്ച് പാടാം. തുമ്പിവ, അതാണെങ്കിൽ വലിയ ട്യൂൺ വേണ്ട. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായൂഞ്ഞാലിടാം തുമ്പിവ തുഞ്ചക്കുടത്തിൻ തുഞ്ചത്താ ഊഞ്ഞാലിടാം ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാനി നിലകളിലായത്തിൽ
തൊട്ടേ വരാം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അപ്പൊ പ്രസിഡന്റ് പാട്ടുകാരിയായി പ്രസിഡന്റ് ആണ് അല്ലേ? എങ്ങനെയുണ്ട് പ്രസിഡന്റ്? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെല്ലാരും ഒരുമിച്ച് കാണാനൊക്കെ നോവിന് സാധിച്ചു. മനോഹരമായ ഒരു ദിവസം. ഇങ്ങനെ ഓണം അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. TCVയിലെ ഫൺ വിത്ത് മാവേലി എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ അങ്ങോട്ട് കാണിക്കും. ഇപ്പൊ സന്തോഷമായോ വന്നപ്പോ? സന്തോഷായി. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പേര് പറഞ്ഞായി? അൽഫോൻസ്. അൽഫോൻസ് ചേച്ചി ആദ്യം പറഞ്ഞതാ. ഇവിടെ 2 പുരുഷ പ്രജകൾ ഉണ്ടായിരുന്നല്ലോ, എന്നെ കണ്ടപ്പോ ഓടിപ്പോയില്ല. ഇങ്ങടാ നിങ്ങടെ മണി മെമ്പർ എങ്ങനെ എന്നെ കണ്ടപ്പോ ഓടിപ്പോയി. മണി മെമ്പറേ, എന്താ ഈ ഓണാഘോഷം? ഓണം സൂപ്പറാണ്. ഇങ്ങോട്ട് പറഞ്ഞ പുരുഷ പ്രജ അല്ല, ഈ പിള്ളേരുടെ പരിപാടിയൊക്കെ നേതൃത്വത്തിലായിരുന്നില്ല നിങ്ങള്? ഗംഭീരായിട്ടുണ്ട്. നമ്മുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കേണ്ട അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ മണി മെമ്പറിന്റെ 2 വരിയാണ്ട് കേക്കട്ടെ. ഞെട്ടണ്ട, 2 വരി നമ്മൾ ഒരുമിച്ച് പ്രസിഡന്റ് ഒരുമിച്ചല്ല പാടിയതാ. അല്ല, പാട്ട് ഏതായാലും കുഴപ്പമില്ല അല്ലേ? ഏത് പാട്ടെങ്കിലും ആവട്ടെ, മെമ്പർ അങ്ങോട്ട് പാടും, നമ്മൾ ഒരുമിച്ച് പാടും. അപ്പോളും പറഞ്ഞില്ലേ പോകേണ്ട പോകേണ്ടാന്ന്, പോകേണ്ട പോകേണ്ടാന്ന്. അപ്പോളും പറഞ്ഞില്ലേ പോകേണ്ട പോകേണ്ടാന്ന്, പോകേണ്ട പോകേണ്ടാന്ന്. ആവേശമായിട്ട് വന്നപ്പോ പാട്ട് നിർത്തി. അത് എന്തായാലും രസമായിട്ടുണ്ട് അല്ലേ? അത് എന്തായാലും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാവരും നല്ല അനുഗ്രഹീത കലാകാരന്മാരാണ്, അനുഗ്രഹീത നേതൃത്വം ഉള്ളവരാണ് അല്ലേ? ചെറുണ്ടോ മണി മെമ്പർ 2 വരി പാടി. അപ്പൊ അതിന്റെ ഒപ്പം കട്ടയ്ക്ക് നമ്മൾ 2 വരി ഒരുമിച്ച് അങ്ങ് പാടും. സൗണ്ട് നമ്മൾ ഒരുമിച്ച് കൂടും അല്ലേ? കൂടും. തുടങ്ങിയിട്ടാ മതി. കിഴക്കുതിക്കണ ചെന്തെങ്ങിൽ കരിക്ക് പൊന്നണ നേരത്ത് മുറുക്കും തെയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. കിഴക്കുതിക്കണ ചെന്തെങ്ങിൽ കരിക്ക് പൊന്നണ നേരത്ത് മുറുക്കും തെയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്, മുറുക്കി തുപ്പിയതാരാണ്. രസമുണ്ട്. അപ്പൊ ഗീതച്ചിയുടെ ഒരു നാടൻപാട്ട് കേട്ടാലോ? ഗീതച്ചിരി നാടൻപാട്ടും കൂടെ കൂടിയിട്ട് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിച്ച് അങ്ങോട്ട് പോവാം അല്ലേ? ഗീതച്ചിരി ഉഷാറായിട്ടൊരു നാടൻപാട്ട് പാട്. ആടാട് പാടിക്കോ, എല്ലാരും കൂടെ പാടും അല്ലേ? കരിയൊത്തൊരു മെയ്യഴക്, കരിനീലമിഴിയഴക്, കരിയൊത്തൊരു മെയ്യഴക്, നീലമിഴിയഴക്, നല്ല മാൻമിഴിച്ചേലിനാലേ കണ്ണാരൻ ചാർത്തനുണ്ടാ, അമ്മ തന്തത്തിൻ ചേലിനാലേ കാവ് തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോളേ അമ്മ വാർമുടി കെട്ടുമ്പോളേ, ആടിക്കളിക്കുമ്പോളേ വാർമുടി കെട്ടുമ്പോളേ, അമ്മ ചോടുന്നു വെക്കുമ്പോളേ ആടും വിളിക്കണണ്ടാ, അമ്മ പെൺപെളും താരിനാലേ ആടും വിളിക്കണട്ടാ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. വടക്കന്ന് വന്നവളെ എൻ്റെ നല്ലച്ഛൻ പൊന്മകളെ, വടക്കന്ന് വന്നവളെ നല്ലച്ഛൻ പൊന്മകളെ. എൻ്റെ വാഴല കൂമ്പിനാലേ കള്ളു തെളിക്കുമ്പോളേ, അമ്മ ചേലത്തെ ചുണ്ണിലാലേ ആടി തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അരപ്പട്ടിൻ ചേനിലാലേ അരക്കത്തരമണിയും, അരപ്പട്ടിൻ ചേനിലാലേ അരക്കത്തരമണിയും, അമ്മ ചെഞ്ചോര ചുണ്ടിനാലേ പുഞ്ചിരി തൂകുമ്പോഴേ അവന് വാലിന് തൂമ്പിനാലേ കള്ളു തെളിയണട്ടാ. ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ
കാവിലെ നല്ലമ്മേ. ആടാട് ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട്. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടാട് ആടാട് ആടാടാടാട്. ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. അറപ്പ് എങ്ങനെ മനസ്സ് നിറഞ്ഞോ? പിന്നെ സന്തോഷായി. ഇങ്ങനെ വന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷെ അപ്രതീക്ഷിതമായ വരവായാലും ഞങ്ങൾ നന്നായി. അത് മാവേലിയുടെ ഇത് ഈ യാത്രയാണ്. ഞങ്ങളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയുടെ ഉടനീളം. അപ്പൊ മഴയായപ്പോ ഓടി ഇങ്ങോട്ട് കയറിയതാ. ഓടി കയറിയപ്പോ വിഭവ സമൃദ്ധം ആയ ഒരു സദ്യ തന്നെ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾ ഞങ്ങൾക്ക് തന്നു. സന്തോഷമായിരിക്കട്ടെ, നല്ലതായിരിക്കട്ടെ. എനിക്ക് തോന്നുന്നു പ്രസിഡന്റിന്റെ കാലാവധി കഴിയാൻ പോവാല്ലേ? കാലാവധി കഴിയാറായിരുന്ന വിഷമമുണ്ടോ? ഇല്ല ഇല്ല, വിഷമില്ല. വിഷമില്ല, സന്തോഷാണോ? അങ്ങനെയില്ല, പാർലമെന്റ് രംഗം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ. എന്നാലും ഭംഗിയായി തീരട്ടെ. നോം സന്തോഷവാനാണ്. എന്താണെന്നറിയോ, അടുത്ത ഓണത്തിനും 10 ദിവസം വരാൻ പറ്റും. പ്രസിഡന്റ് അടുത്ത ഓണത്തിന് 10 ദിവസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു അപ്പോഴാരാ ഈ എന്തായാലും സന്തോഷമായിരിക്കട്ടെ കേട്ടോ. അപ്പൊ എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷമായോ? സന്തോഷമായി. സന്തോഷം ആയിന്ന് ഇങ്ങനെ ചിരിച്ചോന്ന് പറഞ്ഞേ. സന്തോഷം. സന്തോഷം. സന്തോഷമായി എന്ന് ചോദിക്കുമ്പോ കരഞ്ഞിട്ട് സന്തോഷമായി, അങ്ങനെയല്ല, സന്തോഷായി എന്ന് പറഞ്ഞേ. സന്തോഷായി. അപ്പൊ എല്ലാരും ഓണക്കോടിയൊക്കെ എടുത്തോ? എടുത്തു. ഓണസദ്യയുടെ ഒരുക്കങ്ങളൊക്കെ ആയോ? ഇഞ്ചമ്പുളിയൊക്കെ ഉണ്ടാക്കിയോ? ഇല്ല. ഇനി എന്തുണ്ടാക്കാനാ? എവിടെ ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ. ഇതൊക്കെ നേരത്തെ ചെയ്യണം. അപ്പോ നോം പൊക്കോട്ടെ. അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് നോം യാത്ര തിരിക്കുകയാണ്. ഇനിയും വരാം, ഇനിയും സന്തോഷമായിട്ട് വരാം. എല്ലാവർക്കും ഓണാശംസകൾ. വിഭവ സമൃദ്ധമായി സദ്യയൊക്കെ ഉണ്ടാക്കി നന്നായി കഴിക്കുക. ഓണം എന്ന് പറയുന്നത് കൂടിച്ചേരലാണ്. ആ കൂടിച്ചേരൽ എന്നും കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ അംഗങ്ങൾക്കുണ്ടാവട്ടെ. രാഷ്ട്രീയത്തിന് അതീതമായി ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും സന്തോഷമായിട്ട് നടക്കുക. നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മളെ സന്തോഷമാക്കി തീർത്ത ഈ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന് ഒരു സ്നേഹോപകാരം അങ്ങ് നൽകുകയാണ് TCBയുടെ ഫണ്ട് വിത്ത് മാവേലി. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഒരു ചെറിയ സ്നേഹോപകാരം പ്രസിഡന്റിനെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കുമായിട്ട് സമർപ്പിക്കുകയാണ്. താങ്ക് യു. അപ്പോ ഞങ്ങൾ യാത്ര തിരിച്ചോട്ടെ. അപ്പൊ എല്ലാവരോടും സന്തോഷം. ആർപ്പുവിളികളാൽ പൂമാല ചാർത്തി സ്വീകരിച്ചിടുന്നു മാവേലിയെ. ഓണം വന്നോണം നോണത്തപ്പൻ വന്നു തിരുമുറ്റത്തേറിയ നേരം തന്നിൽ. ആർപ്പുവിളികളാൽ പൂമാല ചാർത്തി സ്വീകരിച്ചിടുന്നു. എരിശ്ശേരി പുളിശ്ശേരി പച്ചടി കിച്ചടി അവിയൽ പൊരിയൽ കൂട്ടുകറി പായസം പപ്പടം ചെറുപഴവും കൂട്ടി കേമമായങ്ങനെ. ഒന്നുകൂടി ഇരിച്ചു. എരിശ്ശേരി പുളിശ്ശേരി അവിയൽ പൊരിയൽ കൂട്ടുകറി പായസം പപ്പടം ചെറുപഴവും കൂട്ടി കേമമായങ്ങനെ. അണിഞ്ഞ കന്യകൾ ഒട്ടക്കളിയുടെ ആരംഭമായി പുതുവസ്ത്രമണിഞ്ഞ വട്ടക്കളിയുടെ ആരംഭമായി മാവേലി നാടുവാണിടും മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കള്ളവുമില്ല ചതിയുമില്ല പൊളിവചനം ടിക്കളിപ്പോ ഊഞ്ഞാലാട്ടം കടുവക്കളി അങ്ങനെ എല്ലാരും ആഹ്ലാദത്താൽ ആറാടുന്നു.
ആരാടുന്നൊരു ഓണദിനം അങ്ങനെ ആഹ്ലാദത്താൽ ആരാടുന്നൊരു ഓണദിനം ആരാടുന്നൊരു ഓണദിനം ആരാടുന്നൊരു ഓണദിനം ആരാടുന്നൊരു ഓണദിനം. അങ്ങനെ മനസ്സ് നിറഞ്ഞിട്ടാണ് ടിസിയുടെ ഫൺ വിത്ത് മാവേലി ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയുള്ള കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ആ ദിവസം കൂടി ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഓടി എത്താനായിട്ട് നാം ശ്രമിക്കും. പക്ഷെ ഒരുപാട് പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റണില്ല. പക്ഷേ താഴെ കാണുന്ന ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കുക. കിട്ടുവാണെങ്കിൽ നോം എടുക്കുവാണെങ്കിൽ പറ്റുമെങ്കിൽ അങ്ങോട്ട് വരാം. അപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഓണം ആഹ്ലാദിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ നാളെ ഇതേ സമയം നമ്മൾ വീണ്ടും വരികയാണ്. TCBയുടെ ഫൺ വിത്ത് മാവേലി ഈ പ്രാവശ്യം സമർപ്പിക്കുന്നത് പള്ളിക്കുളം റോഡിലുള്ള മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആണ്. മനിക ഗോൾഡ് ആൻഡ് ഡയമണ്ട് അവതരിപ്പിക്കുന്ന ഫൺ വിത്ത് മാവേലി നാളെ കാണാം. ദാ ഇതുപോലെ ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങളുടെ വിശേഷങ്ങളുമായി. അതുവരെ മലയാളികളുടെ സ്വന്തം പൊന്നിൻ ചിങ്ങം വന്നെത്തി. ഒപ്പം തന്നെ മണിക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണം ഓഫറുകളും. ഓണം മെഗാ ഓഫറിൽ ഗ്രാമിന് 600 രൂപ പണിക്കൂലി ഇളവിൽ നിങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ഡയമണ്ട് സെക്ഷനിൽ എക്സ്ക്ലൂസീവ് ലിമിറ്റഡ് ഓഫറുകൾ. പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.